ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ആലപ്പുഴ ജിംഖാന റിവ്യൂ. അപ്പം നമ്മളുടെ ഒരു കോമ്പാറ്റ് സ്പോർട്സ് ചാനലാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിനെക്കുറിച്ചൊരു റിവ്യൂ പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം ഇതൊരു ബോക്സിംഗ് ഓറിയൻറ്റഡ് മൂവിയാണ്. സോ നമ്മളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പാറ്റ് സ്പോർട്സ്, നമ്മൾ ബോക്സിങ്, മിക്സ്ഡ് മാർഷൽ ആർട്സ് മെയിൻലി, പിന്നെ എല്ലാം ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച്, ഈ ചിത്രത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ, കാരണം ഇത് ഇന്നലെയാണല്ലോ ഇത് വന്നത്. അപ്പം നമ്മൾ ഞാൻ വിചാരിച്ചിരുന്നത് നമുക്ക് സീറ്റൊക്കെ പെട്ടെന്ന് കിട്ടും, കാരണം ബുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ പെട്ടെന്ന് കിട്ടും എന്നൊക്കെ വിചാരിച്ചു. കാരണം ഒന്നാമത് ഇത് ബോക്സിംഗ് ഓറിയൻറ്റഡ് പടമാണ്, പിന്നെ വലിയ സൂപ്പർ സ്റ്റാർസ്, അങ്ങനെ മെഗാ സ്റ്റാർസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് പെട്ടെന്ന് സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ അല്ലായിരുന്നു. സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. പെട്ടെന്ന് ഹൗസ്ഫുള്ളായിരുന്നു, ബുക്കാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇച്ചിരി സർപ്രൈസ് ആയിപ്പോയി. ഞാൻ വിചാരിച്ച ഈസി ആയിട്ട് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ ഈസി അല്ലായിരുന്നു ഇതിന് നമ്മൾ പടം കാണാൻ സീറ്റ് കിട്ടുന്ന ഒരു കാര്യം. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഒരു ജനങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. അപ്പോൾ ആ അണ്ടർസ്റ്റാൻഡിങ്ങും ആ ഒരു സാറ്റിസ്ഫാക്ഷനും ആ ഒരു ഹൈപ്പൊക്കെ റിയൽ ആയിരുന്നു എന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഇത്, ആലപ്പുഴ ജിംഖാന. എനിക്ക് സ്പോയിലർ ഒന്നുമില്ല, കാരണം അത് ഏറ്റവും വെറുപ്പുള്ള ഒരു സംഭവമാണ്. കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കാണാനുള്ള ഒരു ത്രില്ല് അങ്ങ് പോകും. അപ്പം ഞാനൊന്നും പറയത്തില്ല, നിങ്ങളത് ഡെഫിനറ്റ്ലി പോയി ഈ സിനിമ കാണേണ്ട ഒരു സിനിമയാണ്. കാരണം ഇതിൻ്റെ മേക്കേഴ്സ് പറയുന്ന ഒരു മുമ്പോട്ട് വെച്ചൊരു കാര്യമുണ്ട്. അതായത് ഇതൊരു സ്പോർട്സ് കോമഡി ചിത്രമാണെന്നുള്ളത്. അപ്പം ഈ രണ്ട് കേസും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നെന്ന് പറഞ്ഞാൽ സ്പോർട്സ്, ഇപ്പോൾ ബോക്സിംഗ് ആണല്ലോ. അപ്പോൾ ഈ നമ്മുടെ ഗ്ലോബൽ ലെവൽ മുതൽ കേരളത്തിൽ വരെ ബോക്സിംഗ് ഒറിജിനലായിട്ട് നടക്കുന്നുണ്ട്. അത് റിയലായിട്ട് നമുക്ക് ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ പോയി നോക്കിയാൽ മതി, ചാനൽസ് ഉണ്ട്. ചാനൽസിനകത്ത് റിയൽ ബോക്സിംഗ് മത്സരങ്ങൾ ലുലു മോളിലൊക്കെ വെച്ച് നടന്നത് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മളെങ്ങനെയാണ് അഭിനയിച്ച് കാണിക്കുക? ഭയങ്കര ചലഞ്ചാണ്. നിങ്ങളൊന്ന് ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു സാധനം റിയലായിട്ട് നടക്കുന്നൊരു കാര്യം അഭിനയിച്ച് സ്പോർട്സ് കാണിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിലവർ 100%, 200% വിജയിച്ചിട്ടുണ്ട് അവർ. ആ ഒരു ബോക്സിങ്ങിനെ റീക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിൽ, ആ മാർഷൽ ആർട്സിനെ റീക്രിയേറ്റ് ചെയ്ത് അഭിനയിച്ച് കാണിക്കുക എന്നുള്ളത് അവർ സൂപ്പറായിട്ട് അവരതിനകത്ത് ഒരു ന്യായം പുലർത്തിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കേസ് അറിയാമല്ലോ, കോമഡി എന്ന് പറയുന്നത്, അത് അറിയാമല്ലോ, വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ്സ് ആണ്. പ്രത്യേകിച്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, മലയാളികളുടെ അടുത്ത് കോമഡി ഒന്നും ചിലവാകത്തില്ല. കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും ചിരിക്കുന്ന ടീംസ് അല്ല. ഇങ്ങനെ നിൽക്കും. ഈ മറ്റേ ഏതോ ഒരു സിനിമയിൽ നമ്മുടെ ഇന്നസെൻ്റ് ഏട്ടൻ ഇങ്ങനെ നിൽക്കത്തില്ലേ, മിഥുനോ സിനിമയിലാണെന്ന് തോന്നുന്നു, അതുപോലെ നിൽക്കും കോമഡി പറയുമ്പോൾ. പക്ഷേ ഇതിനകത്ത് കോമഡി വർക്കായിട്ടുണ്ട്. അത്യുഗ്രം പെർഫോമൻസ്, ഒരേ വൈബ്. ആ ഒരു സ്പോർട്സും, ഇവർ പറഞ്ഞ പോലെ ആ സ്പോർട്സും കോമഡിയും കൂടെ നല്ലോണം മെർജായിട്ട് ഒരു പൊട്ടിത്തെറി, ഒരു എക്സ്പ്ലോഷൻ അങ്ങനെ നടന്നിട്ടുണ്ട്. അതൊക്കെ എനിക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ നസ്ലിൻ ഇപ്പം നായക കഥാപാത്രമാണല്ലോ. അപ്പോൾ ആ ഒരു നായക കഥാപാത്രം എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് നസ്ലിൻ ഒരു സൂപ്പർ സ്റ്റാർഡത്തിലേക്കുള്ള ഒരു പോക്കാണ് ഇത്. ഇപ്പോൾ പ്രേമലു കണ്ട സമയത്ത്, അല്ലെങ്കിൽ കാണാൻ പോകുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയൊരു ക്ലൂ കിട്ടും, ഇത് കത്തിക്കയറും. പക്ഷേ ഇത് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. കാരണം ഈ ബോക്സിങ് ഇതൊക്കെ എങ്ങനെ പ്രാവർത്തികമാക്കും, എങ്ങനെ പ്രാക്ടിക്കലാക്കും എന്നുള്ള രീതിയിൽ. പക്ഷേ ഒരു രക്ഷയില്ല മാൻ. പിന്നെ ഞാൻ നസ്ലിൻ ഹീറോ ആയതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നസ്ലിൻ മാത്രമൊന്നും അല്ല കേട്ടോ. നസ്ലിൻ, ലുക്മാൻ, ഗണപതി, ബേബി ജീൻ, എൻറ്റയർ ടീം, നമ്മൾ ആരെയും ഇതാക്കുമല്ലേ, എൻറ്റയർ ടീം അത്യുഗ്രനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് മാൻ. ഹൗ ഡിഡ് ദേ ഡു ഇറ്റ് എന്നുള്ളതാണ്. പിന്നെ ലാസ്റ്റ്, അപ്പം എന്തായാലും പടം കാണുക. പിന്നെ ലാസ്റ്റ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മോറൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഈ സ്പോർട്സ് ആൻഡ് ആർട്സ് ആണ് മെയിൻ സംഭവം എന്ന് പറയുന്നത്. നമുക്കൊരു ലക്ഷ്യബോധം കിട്ടും അതിനകത്ത്. ഇനിയിപ്പം ഇത് കണ്ടു കഴിഞ്ഞ ഉടനെ, RDX കണ്ടപ്പോൾ ഉടനെ കുറച്ച് നാളത്തേക്ക് ഒരു മാർഷൽ ആർട്സ് ഇതിലൊരു തെള്ളിക്കയറ്റം ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് അങ്ങനെ ആയിരിക്കും. ഇനി ബോക്സിംഗ് ജിമ്മിലേക്ക് ഒരു ഭയങ്കര തെള്ളിക്കയറ്റമായിരിക്കും. പക്ഷേ കുറച്ച് നാളത്തേക്ക് ആക്കണ്ട, അത് ലൈഫ് ലോങ് ആക്കാം. കാരണം സ്പോർട്സ് ആൻഡ് ആർട്സ്, അതിലാണ് നമുക്ക് ലക്ഷ്യം കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഈ അക്കാഡമിക്സിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കുറച്ച് പിള്ളേർക്ക് ഒഴികെ ബാക്കി ആളുകൾക്ക് ലക്ഷ്യം കാണാൻ സാധിക്കുന്നില്ല. ഈ ക്ലാസ് റൂമിൽ ലെക്ചറിങ്, വൺ വേ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു, ടീച്ചർ മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കുട്ടിക്ക്, സ്റ്റുഡൻറ്റിന് എവിടെ ഇത് പ്രാവർത്തികമാക്കണമെന്ന് അറിയത്തില്ല. അതേസമയം ഒരു ബോക്സിങ്ങിൽ, ഒരു സ്പോർട്സിൽ, കോമ്പാറ്റ് സ്പോർട്സ് മാത്രമല്ല, സ്പോർട്സിൽ ഇത് അപ്പം തന്നെ അവൻ ടൂർണമെൻറ്റ് വരെ പോകണ്ട, അപ്പം തന്നെ അവൻ പ്രാക്ടിക്കലായിട്ട് അവനത് യൂസ് ചെയ്യുവാണ്. അവനത് ബോക്സിങ് ഇപ്പം ആ പാഡിൽ ഇടിച്ചു നോക്കുവാണ്. അല്ലെങ്കിൽ ഒരു ആർട്സിൽ അപ്പം തന്നെ ആ കുട്ടി മാഷ് പറയുമ്പോൾ അപ്പം തന്നെ ആ ഡാൻസ് സ്റ്റെപ്പ് ചെയ്ത് നോക്കുവാണ്. അപ്പം തന്നെ റിസൾട്ട് പ്രാക്ടിക്കലാക്കാൻ പറ്റുവാണ്. സോ ഈ മറ്റാവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഫോക്കസ് പോകാതിരിക്കാൻ സ്പോർട്സ് ആൻഡ് ആർട്സ് ഈസ് എ മസ്റ്റ്. അപ്പോൾ ആ ഒരു നിലയിലും, ഒരു സ്പോർട്സ് കോമഡി ചിത്രം എന്ന നിലയിലും ഇതിനകത്തൊരു മെർജിങ് ആണല്ലോ. ഇപ്പം സിനിമ എന്ന് പറയുന്ന ആർട്സാണ്, പിന്നെ ഇതിനകത്ത് ബോക്സിങ്ങും ഉണ്ട്. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ഓഫ് സ്പോർട്സ് ആൻഡ് ആർട്സ്. ആ എന്ന നിലയിലും ഈ ചിത്രം അത്യുഗ്രനാണ്. ആൻഡ് കൺഗ്രാജുലേഷൻസ് മാൻ, ഇത് വൻ വിജയമായിരിക്കും.